വീടാ വീടാ അവിടെ ആ സനലെണ്ണൻ കപ്പടിച്ചു ഗായ്സ്. കഴപ്പടിച്ചു ഗായ്സ്. അതെന്താ സംഭവം? Hey, hello guys, it's me, വഴിപോക്കൻ. നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് ഇപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? നമ്മൾ നേരെ വാഗമണിലേക്ക് പോവാട്ടോ. ഇത്തവണ ഒരു ട്രെയിൽസ് അടിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. പോകുന്ന വഴി ഫുള്ള് കോടമഞ്ഞ. നമ്മളിപ്പോൾ വളഞ്ഞെങ്ങാനം എത്താറായോ. കഴിഞ്ഞ തവണ വാഗമൺ വന്നപ്പോഴും ഇതേ സെയിം ഫീലായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം കുറച്ച് മഴയൊക്കെ ഉള്ളൊരു ടൈം ആയതുകൊണ്ട് കുറച്ചും കൂടെ വൈബ് കാലാവസ്ഥയാണ്. എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അരുണാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ പുള്ളിക്കാനം പോകുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഉച്ചയ്ക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് വരാട്ടുമേടും കൂടെ കയറാം കേട്ടോ. കാരണം വരാട്ടുമേട് കയറിയിട്ട് ഒരുപാട് നാളായി. വണ്ടി ഇറക്കിയ ടൈമിലാട്ടോ വരാട്ടുമേട് പോയത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ വാഗമണിലേക്ക് തെറിക്കാം. ഈ ഒരു വ്യൂ കണ്ടിട്ടൊന്ന് നിർത്തിയതാട്ടോ. ഫോക്സി അങ്ങ് പോയി. നമുക്ക് നൈസിന് തെറിക്കാം നേരെ വാഗമൺ. കുട്ടിക്കാനം എത്തി കേട്ടോ. നല്ല മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി മഴയ്ക്കുള്ള സാധ്യത ഉണ്ട്. കോട നോക്കിയേ, നമ്മുടെ കുട്ടിക്കാനത്തെ അവസ്ഥ കേട്ടോ. എന്തായാലും ഇന്നത്തെ ട്രിപ്പ് എന്തായാലും നൈസ് ആയിരിക്കും. A few moments later. ഒന്നും പറ്റിയില്ലല്ലോ. ഒന്നും പറ്റിയില്ലല്ലോ. അപ്പം കുഴപ്പമില്ല. നൈസിന് എടുത്താലോ. അതെന്തു പറ്റിയേ? ഞാനും ജസ്റ്റ് പേടിച്ച് മാറിയതാ. അപ്പം കണ്ണാടിക്കട ഇവരെ നോക്കാതെ ഒറ്റ പോക്കത് എടുക്കാം. രണ്ടാളും പോയി, ഒന്നും പറ്റിയില്ല. ഇല്ല 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 ഇല്ല. എവിടെ ഇല്ല, ഒന്നും പറ്റിയില്ല. ബസ് വന്നപ്പോഴേ ഇങ്ങോട്ട് കയറി. അപ്പൊ അവ ഇങ്ങോട്ട് വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല. മാർക്കറ്റ് അറിയില്ലേ? നിങ്ങൾ ടൗണിലേക്കല്ലേ പോകുന്നത്? ടൗണിൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ കുറച്ച് മുമ്പ് ലെഫ്റ്റ് സൈഡ് മാർക്കറ്റ് നല്ല അത്യാവശ്യം തിരക്കുണ്ടാവും അവിടെ. അവിടെ ജീൻസും പാൻറ്റൊക്കെ 100 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്. തൽക്കാലം ഒന്നും മേടിച്ചിട്ടാൽ മതി. യൂസ് ആന്തരമാണ് ഉപയോഗിച്ചിട്ട് കളഞ്ഞാലും മതി. പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പം കുഴപ്പമില്ല. ഇല്ല ഇല്ല. ഭാഗ്യത്തിന് ഈ നാട്ടുകാര് സീനില്ല. നമ്മളവിടെ എല്ലാം വരുന്നെങ്കിലേ പിന്നെ കൊന്നേനാ. അവിടെ ഭാഗ്യത്തിന് അത് വേലി പൊളിച്ചു പോയതാണ്. ആലോചിച്ച് തീരുന്നതിന് മുമ്പേ ബസ് തട്ടിന് എന്ത് ചെയ്തു?
ഞാൻ ജസ്റ്റ് മിസ്സിന് എടുത്തോണ്ട് പോയതാ. മാസം ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ കണ്ണാട് ഉപയോഗിക്കുമ്പോ ഒരാള് കാട്ടിന്റെ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യല്ലേ. പിന്നെ ആസുവിനൊരു ചെറിയ ആക്സിഡന്റ് പറ്റി. പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഒരു സീനുമില്ല. കഴിച്ച് നമ്മൾ വാഗമൺ എത്തിയേട്ടാ. അതാ എല്ലാം സെറ്റായി. അല്ല ആദർശുണ്ട്, അഭിജിത്ത് ഉണ്ട്. ബ്രോ പേര് ഞാൻ മറന്നുപോയി. മറ്റേ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉള്ളു. ആരോവില്ലേ. ഓക്കെ ഹായ് അരുന്നുണ്ട് കേട്ടോ. രസമല്ലേ. നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. വാഗമണിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. എന്തായാലും വൈബായിരിക്കും. നോക്കാം നമുക്ക്. എല്ലാവരും റെഡിയായി കേട്ടോ. അയ്യോ മഞ്ഞ് നോക്കിയേ. എല്ലാവരും സെറ്റായിട്ടോ. ഇവിടെ നിന്നാണ് ഇനി അങ്ങോട്ട് പോകുന്നത്. മഴയൊക്കെ ഏകദേശം കഴിഞ്ഞ കേട്ടോ. ഇനിയിപ്പോൾ അത് പൊളിക്കാം. നമ്മൾ കയറി കേട്ടോ. സനൽ ബ്രോയും അവരൊക്കെ കുറച്ച് അങ്ങോട്ട് അകത്തോട്ട് കയറി നിൽക്കുക. അതൊക്കെ ഇനി നോക്കാം. ABS പിടിച്ചിട്ട് ഫുള്ളായി പോയി. നമുക്ക് പോവാട്ടോ. ബൂട്ടിട്ട് ആദ്യത്തെ ഓഫ് റോഡാട്ടോ. കയറത്തില്ലാന്ന് വിചാരിച്ച സ്ഥലത്ത് തന്നെ കയറി. നമ്മളെല്ലാവരും ഇവിടെ ഫസ്റ്റ് ഒരു ടാസ്ക് കയറി കേട്ടോ. ഇനിയിപ്പോൾ അടുത്തൊരു സ്ഥലത്തോട്ട് പോവാണ്. നെക്സ്റ്റ് ടാസ്ക്. നമ്മളെന്ത് ചെയ്യും അല്ലയ്യ? ബൂട്ട് ഭയങ്കര സീനാട്ടോ. സെറ്റ് കേട്ടോ. അടുത്ത ടാസ്ക് ഗൈസ്.
അവിടെ വീണ് കേട്ടോ. അടുത്ത ടാസ്ക്. അതെന്താ സംഭവം? കേറി കേറി നൈസ് സ്ഥലം കേട്ടോ. ഒരു പാറയാണ്. നമ്മൾ പേടിക്കാതെ ഓഫ് റോഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും കയറി ചെല്ലാൻ പറ്റും കേട്ടോ. വീഴും. ഓഫ് റോഡ് ചെയ്യുമ്പോൾ വീഴുന്നത് സാധാരണ ഒരു കാര്യമാണ്. പക്ഷേ പേടിക്കാതെ പോയാൽ എവിടെ വേണമെങ്കിലും നമുക്ക് കയറിപ്പോവാം. ഇനിയിപ്പോൾ ടാസ്ക്കൊന്നുമില്ല. നേരെ മേളിൽ ഏതെങ്കിലും ഒരു വ്യൂ പോയിൻ്റ് വല്ലതും ആയിരിക്കും. അങ്ങോട്ട് പോകാനുള്ള പ്ലാൻ ആയിരിക്കും. എല്ലാവരും വന്നിട്ട് നമുക്ക് പോവാട്ടോ. നിക്കല്ലേ എന്തായാലും നൈസ് പ്ലേസ് കേട്ടോ. സനലെണ്ണൻ കപ്പടിച്ചു ഗായ്സ്. കഴപ്പ അപ്പം കഴപ്പടിച്ചു ഗായ്സ്. ഗായ്സ് നമ്മളിവിടുന്ന് തിരിച്ചിറങ്ങും കേട്ടോ. ഇനി ഇവിടെ സുരേഷ്മി പാറയിൽ കയറാൻ പോവാട്ടോ. നമ്മൾ നൈസിന് കയറുക നോക്കുക കേട്ടോ. അയ്യോ
ഗൈസ് നമ്മളിതാ ഇവിടെ നിന്ന് കുറേ അക്രമങ്ങൾ കാണിച്ചല്ലേ, എന്തൊക്കെ കാണിച്ചു കേട്ടോ. ഇനി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ എത്തി കേട്ടോ. ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടാ? വരാട്ടുമേട് കേട്ടോ. ഇവിടെ നിന്നാട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത്. ഒരു 1.5-2 മണിക്കൂറോളം ഇവിടെ ഇരുന്ന ഫുഡിന് വേണ്ടിയിട്ട് അവസാനം അവരൊന്ന് പറഞ്ഞ് ഫുഡില്ലാന്ന് കേട്ടോ. ഞാൻ എന്താ അവസ്ഥ നോക്കിയാൽ പിന്നെ അവിടെ ഒരു ഷോപ്പിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും സെറ്റായിക്കൊണ്ടിരിക്കുക കേട്ടോ. 2 മണിക്കൂർ വെറുതെ പോയി. ഇപ്പോൾ സമയം 3:30 കേട്ടോ. ഇനിയിപ്പോൾ നേരെ വരാട്ടുമേട് പോവുക. എന്തായാലും ഇരുട്ടും കേട്ടോ. വരാട്ടുമേട് പോകുമ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. പാലൊഴുകുംപാറയിലെത്തി കേട്ടോ. ഇനി നല്ല നല്ല വെള്ളമുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ വരാട്ടുമേടിലോട്ട് പോവാം. എനിക്ക് ഫുഡ് കഴിച്ചിട്ട് ഫുഡ് പിടിച്ചില്ല കേട്ടോ. കാരണം വയറ് നല്ല സീനാണ്. എങ്ങനെയാണെന്ന് അറിയത്തില്ല, കയറ്റാൻ പറ്റുമോ ഇല്ലെന്നൊന്നൊരു പിടുത്തമില്ല കേട്ടോ. വരാട്ടുമേട് ഓഫ് റോഡ് തുടങ്ങി കേട്ടോ. വയറ് സീനായതുകൊണ്ട് എവിടം വരെ എത്തോ അവിടം വരെ നമുക്ക് പോവാം. നല്ല സീനാട്ടോ ഗായ്സ്. വരാട്ടുമേട് വരെ എത്തിയിട്ട് മൂർത്തന്യ അവസ്ഥയിൽ നിൽക്കുക കേട്ടോ വയറ്. അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നിട്ട് ഇവിടെ ഏതെങ്കിലുമൊക്കെ, ഇവിടെ വേറെ കടകളോ അങ്ങനെ ഒന്നുമില്ല, എവിടെയെങ്കിലും റിസോർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. എന്നാലേ സെറ്റാകാൻ പറ്റത്തുള്ളൂ, അല്ലാതെ പോയാൽ നടക്കത്തില്ല. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു റിസോർട്ടുണ്ട് കേട്ടോ, വാഗമൺ ബാമ്പു എന്ന് പറഞ്ഞിട്ട്. അവിടെ ടോയ്ലറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഒന്ന് പോയി സെറ്റായിട്ട് വരട്ടെ. ഗൈസ് നമ്മൾ ഫുൾ പവറായിട്ട് തിരിച്ചു വന്നു. ഇനി നമുക്ക് നേരെ വരാട്ടുമേട് പോവാം. അവന്മാരുടെ അടുത്ത് കയറിക്കോളാൻ പറഞ്ഞിട്ടാട്ടോ ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നത്. അവന്മാർ മിക്കവാറും കയറി എത്തി കാണോ ഇല്ലെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. വീടാ അങ്ങനെ ഞാൻ പിന്നെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചേക്കും, ചാർജ് ചെയ്തിട്ട് വേഗം വേണ്ടി. അവിടെ ആ കുറച്ചും കൂടെ മുമ്പേണ് ക്യാമറ അവിടെ പോയിന്റ് ചെയ്തോണ്ടിരിക്കുന്നു. എന്തായാലും കറക്റ്റ് ഫോക്കസ് ചെയ്ത് വെച്ചേക്ക. ഞാൻ നിങ്ങളെ ലക്ഷ്യം വെച്ചാണ് വന്നത്. മതിയാ? ഞാൻ പോട്ടെന്ന് പറഞ്ഞു. ബേക്കിലോട്ട് പോട്ടെന്ന് പറഞ്ഞ ഇവ പോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ബേക്കിലോട്ട് എടുക്കുന്നത്. എന്തിനടേ എന്ത് പായസോ? അവള് കൊറേ നേരം കൊണ്ട് ഇവിടെ നിൽക്കുക കേട്ടോ. വണ്ടി വലിച്ചെടുക്കുന്ന നോക്കി. ശരിയാ, നമ്മള് തിരിച്ചു പോകാനുള്ളൊരു പ്ലാനല്ല കേട്ടാ. ഉറുമ്പിക്കര വഴി മുണ്ടക്കയം പോകാനുള്ള പ്ലാനല്ല. ഇത് പറ്റത്തില്ല. വഴി പോക്കലോ ഡുക്ക് സ്ഥലമൊക്കെ ഓടി. കാരണം അത് ഭയങ്കര സീനാട്ടോ. കാരണം ഇപ്പോൾ ഏകദേശം 6 മണി സമയമായി. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലെത്തണമെങ്കിൽ ഇവിടെ നിന്ന് പോയിട്ട് തിരിച്ച് വരുമ്പോൾ 9 മണിയാവും. വീട്ടിലെത്തുമ്പോൾ വെളുപ്പിനാവും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പോകാൻ ചാൻസ് കുറവാണ് ഗൈസ്. അപ്പോൾ ഗോപ്രോയുടെ ചാർജ് ഫുള്ള് കഴിയാറായി കേട്ടോ. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് എന്തായാലും കാണത്തില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ.